രണ്ടുപേരും കൂടി കാരമൽ പുഡിംഗ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിൽ ഏറ്റവും പ്രൊഫഷണൽ ആയി ആ ഫീലോട് കൂടി ജിഗിളി ആയിട്ടുള്ള കാരമൽ കേക്ക് ആരാണോ ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. സാധാരണ ഞാൻ ഇവർക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ മുന്നേ തന്നിട്ടുണ്ട്, എന്താണ് ഡിഷ് ഉണ്ടാക്കേണ്ടത് തന്നിട്ടുണ്ട്, ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ സല്ല് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രൊഫഷണലിസം ആണ് ഇതിൽ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവര് റെഫർ ചെയ്ത് പഠിച്ച് ഫോണൊക്കെ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. വീഡിയോസ് ഒക്കെ കണ്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ പുഡിങ് കേക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കി കേക്ക് നമ്മള് കോമൺ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ, കാരണം അതിന്റെ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ആ ഒരു സംഭവമായിട്ട് വരണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത അപ്പൊ അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആണോ ഉണ്ടാക്കുന്നത് അവരായിരിക്കും വിന്നർ. ഞാൻ ഉണ്ടാക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാവർക്കും ഒരേപോലത്തെ കേക്ക് ട്രേ ഒക്കെ സല്ല് വാങ്ങി തന്നിട്ടുണ്ട്. കുഞ്ഞു കേക്ക് ട്രേ ആണ്. ഇതിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പൊട്ടാതെ കിട്ടോ. സമയം ഒരു പാരല്ല, ഞാൻ സമയം തന്നിട്ടില്ല. കാരമൽ കേക്ക് കിട്ടണം, അതുകൊണ്ടാണ് ഈ സമയം തരാഞ്ഞത്. തിന്നാൻ വേണ്ടിട്ടാണോ ചോദിച്ചൊരു സംശയം. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. ഞാൻ ആദ്യം എഗ്ഗില് തുടങ്ങാൻ ഞാനും എഗ്ഗില് തന്നെ. ഞാൻ ആദ്യം തുടങ്ങുന്നത് ഞാനൊരു 3 എഗ്ഗ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും 3 എഗ്ഗ്. ഇനി ക്വാണ്ടിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരണ്ട. അതെ, 3 എഗ്ഗ് എടുത്തു. തമ്മിൽ കോപ്പി അടിക്കാൻ പാടില്ല. സംഭവം സ്റ്റെപ്പ് എല്ലാത്തിനും സെയിം തന്നെയാണ്. എനിക്കൊരു പേടി പോലെ. എഗ്ഗ് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, എഗ്ഗ് പൊട്ടിക്കുന്നതിന് എന്തൊരു പ്രൊഫഷണൽ കാര്യം. എന്താ പറയാ, യോക്ക് അധികം പൊട്ടാതിരിക്കല്ലേ. അതെ, എന്നിട്ട് മൊത്തം അങ്ങനെ ആക്കാനുള്ള ഞങ്ങൾ ഇപ്പോഴേ ഒരു ബിൽഡപ്പ് തരും. അപ്പോഴാണ് നമുക്ക് അത് വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഷുഗർ. ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇടുന്നോണ്ടെന്താ പ്രശ്നം? ഓക്കെ, ഇതിലേക്ക് ഞാനിതാ കുറച്ച് ഒരു 2-3-4 ഇഞ്ച് ഡ്രോപ്പ്. അല്ല, ഒരു മിനിറ്റ് ഞാനൊന്ന് ആക്കട്ടെ. ഞാൻ എന്നിട്ട് ഇത് നല്ല ബീറ്റ് ഞാൻ നല്ല ബീറ്റ് ചെയ്യാൻ പോകട്ടോ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതെ, ഈ വാനില എസൻസിന്റെ ഒരു സംഭവം. കൂടിയാലും ബോറായി പോവും, കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും. അതെ, ഞാൻ ആദ്യം കുറച്ചാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുകയാണ് ഗൈസ്. നമ്മളെല്ലാരും ഒരേ ട്യൂട്ടോറിയലാണോ ഗൈസ്? വാനില എസൻസ് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ 1 എഗ്ഗും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതാ ഗൈസ് ഇതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര, ഒരു 1.5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല മെൽറ്റ് ആവുന്ന വരെ നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഷാമി കൺഫ്യൂഷൻ ആയി ഗൈസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആദ്യം പാൻ ചൂടാക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് കുറച്ച് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണക്കുകളൊന്നും വെളിവാക്കുന്നതല്ല. അതായത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്റെ അമ്മേ, നന്നായിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളർ ആവുന്ന ഒരാൾക്ക്. അടുത്തത് ഞാനും കാരമലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. കാരണം ആദ്യം ഇത് തീർത്തിട്ട് മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കണം, എന്നാലേ അത് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. അതെ, അത് തന്നെയാണ് ഗൈസ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പാനൊക്കെ എടുത്ത് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗൈസ്, പഞ്ചസാരന്റെ കൺസിസ്റ്റൻസിയിൽ മെയിൻ ഒരു ഘടകമാണ് എന്നാണ് ഞാൻ കണ്ടത് കേട്ടോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ കുറച്ച് തൈലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അത്യാവശ്യം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇത് എങ്ങനെയാ വരിക എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ ചെയ്യണം കേട്ടോ. ആകാംക്ഷ അത്ര നല്ലതല്ല ഇക്കാര്യത്തിൽ. ഞാനിത് അങ്ങനെ ഇളക്കുന്നില്ല കേട്ടോ. ചിലപ്പം ഇത് അങ്ങനെ കിടന്നിങ്ങനെ ബ്രൗൺ ആവുകയാണോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇതിങ്ങനെ ക്രിസ്റ്റൽ ആയി പോകുന്നു ഞാൻ കണ്ടിരുന്നു. അല്ല, എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഇളക്കാതെ ഇങ്ങനെ വെക്കുന്ന കണ്ടത്. ചില സമയത്ത് ക്രിസ്റ്റലൈസ് ആയി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഞാൻ നമുക്ക് മിക്സ് ചെയ്തോണ്ടിരിക്കും. ഇതിന്റെ കളർ പിന്നെ ചെറുതായിട്ട് ഒരു ആയി വരുന്നുണ്ട്. കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടോ. അതെ, എനിക്കൊരു കൺസിസ്റ്റൻസി എനിക്ക് എന്തോ അങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല ഗൈസ്. അതിനോട് ഞാൻ ഈ ഒരു വഴിക്ക് പോവാന്ന് വിചാരിച്ചു. ഇത് ബ്രൗൺ കളർ ആവുന്നില്ല. ബ്രൗൺ കളർ ആവുന്നുണ്ട്, പക്ഷെ ക്രിസ്റ്റൽ ആയി പോകുന്നത്. ഇന്റത് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുന്നുണ്ട്. ക്രിസ്റ്റൽ ആയി പോയതിന്റെ ആണോ? ഇതിങ്ങനെ ഇപ്പോഴും ഈ ഷുഗർ ഇങ്ങനെ തന്നെ ഉണ്ട് ഗൈസ്, അലിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നോക്കട്ടെ. ഇന്റത് എങ്ങനെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്നാവും എനിക്ക് അറിയാൻ പാടില്ല. ചെറുതായിട്ട് പണി വളയിട്ടുണ്ട്, ഞാനിത് ഒഴിവാക്കാണ്. ക്രിസ്റ്റൽ ആയി പോയി. കളർ മാറി വരുന്നു. കളർ മാറി. ശ്രീധർ കിട്ടി. ഞാനിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഞാനൊരു സിറപ്പാക്കി മാറ്റുന്നാ തോന്നുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇന്റതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ എനിക്ക് വേണ്ട ഒരു കാരമൽ ആ ഒരു കളറിലായി വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ചൂടാക്കുന്നത് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഇതാക്കാം. ഞാനിവിടെ ഒന്നും ആയില്ല, ഞാൻ വീണ്ടും തുടങ്ങി കാരമലൈസ് ചെയ്തോണ്ടിരിക്കാം. ഇത് നേരത്തെ തന്നെയാണ് ഗൈസ്, പക്ഷെ ഇത് ഇങ്ങനെ എപ്പോഴും ഞാൻ ഇളക്കിക്കൊടുക്കും, ഒരു മാറ്റം ഇല്ല കേട്ടോ. എന്റേത് ഏകദേശം ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നേരെ മോൾഡിലേക്ക് മാറ്റാം. മാറി നിന്നു ഇതെങ്ങാനും കയ്യുമ്മലായാലേ. ഞങ്ങളെ കോമ്പറ്റീറ്റർ ഭയങ്കര സംഭവമാണ് ഗൈസ്. ഞാനത് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അധികം സമയം കളയാതെ ഇത് നല്ല റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറക്റ്റായി. ഇത് ചെയ്യുമ്പോ വളരെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ചൂടാ. എങ്ങനെ ചൂടായി എനിക്ക് അറിയില്ല. അയ്യോ, ഇത്രയും വലിയ കയ്യും വെച്ച് ഞാൻ എന്താക്കാനാ? ഇതൊക്കെ ഈശ്വരോ, ഇതെന്തൊരു പാട്. എടാ പിന്നെ എങ്ങനെയൊന്നും അല്ലടാ. സമയം തരാന്നോട് കഴിച്ചില്ലായിട്ടോ. ഇത് ഇങ്ങനെ തന്നെ വെച്ചോക്കട്ടെ, അനക്കാതെ വെച്ചോക്കട്ടെ, ചിലപ്പോ ഇത് റെഡി ആയാലോ. ഗ്ലൗ തപ്പുന്ന സമയത്തിന് എന്തോ ആയി. അങ്ങനെ തന്നെ അത് ഒട്ടിപ്പോവുക. ആണല്ലേ. അങ്ങനെ ഗൈസ് ദേ ഇന്റെ ഫസ്റ്റ് ലെയർ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാന്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് ബ്രൗൺ ആയി വരുന്നുണ്ട്. ബ്രൗൺ ആയി വരുന്നു. പക്ഷെ ഇത് ക്രിസ്റ്റൽ ആയി പോയതൊക്കെ ഇനിയിപ്പോ അലിഞ്ഞു വരണം കേട്ടോ. നല്ല ഞാൻ തീ നല്ല കുറച്ച് വെക്കാം. ശുഭാപ്തി വിശ്വാസം. അതെ, അതല്ലേ എല്ലാം. റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഗൈസ് എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് ആവാണ്ട്, അതുകൊണ്ട് ഞാനിത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. വളരെ ഫ്ലെയിം കുറച്ചിട്ട് ഞാൻ വെച്ചത്. ഇപ്പൊ ആ ക്രിസ്റ്റൽ ആയതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ മാത്രമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ വെച്ചു കൊടുക്കാം ഗൈസ്. ഇനി ഇതിലേക്ക് പാല് താമസിക്കണം. ശ്രീജ ഇവിടെ റെഡി ആക്കി ശ്രീ പാത്രം കഴുകാൻ പോയിട്ട് ഞാൻ പോയി പാത്രം കഴുകാം ഗൈസ്. ഒരു രണ്ടാളും അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തി. ഞാനിത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ആക്കാട്ടോ. ഞാനിതാ ഗൈസ് ഇതിലോട്ട് ഇത് ഒഴിക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് കറക്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു കളർ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചുറ്റിക്കാം. അങ്ങനെ ഗൈസ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ കാരമലൈസ് ചെയ്ത ഷുഗർ ഒക്കെ ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഇതിന്റെ കാരമലൈസ് ചെയ്ത ഷുഗർ അതെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇന്നത് ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഓരോരുത്തരുടെ കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ആണ്, ഇതും നല്ല ഡാർക്ക് ആണ്. ഇതിന്റെ ഭയങ്കര ലൈറ്റ് കളർ ആണ് ഗൈസ്. അതെ, അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് പാല് ചൂടാക്കുക എന്നുള്ളത്. അതെ, ഓരോ കോഴിമുട്ടയ്ക്ക് അനുസരിച്ച് ഇതിന് കണക്കുകളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടും. അതെ, അത് നമ്മൾ പറഞ്ഞെടുക്കാൻ പാടില്ല. അത് വേറെ കാര്യം. പക്ഷെ കണക്ക് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു 3 പേരും റഫർ ചെയ്ത് ഒറ്റ വീഡിയോ ആണ്. ഗൈസ് ഞാനിതേ മിൽക്ക് ഒഴിക്കുകയാണ്. ഏകദേശം എത്ര മിൽക്ക് വേണം എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയയിലാട്ടോ ഞാൻ ഒഴിക്കുന്നത്. അപ്പൊ ഈ ഒഴിച്ച പാലിലേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. ഒഴിച്ച പാലിലേക്ക് തൽക്കാലത്തിന് ഒന്നും ഇടുന്നില്ല. ഞാനും ജസ്റ്റ് ഇതൊന്ന് ഇളക്കുകയാണ് ഗൈസ്. ടെൻഷനായേ ഞാൻ ഇപ്പഴുണ്ട്. ഇല്ല, എനിക്ക് ഒരു ഉറപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൊള്ളാം. മധുരം നോക്കാം. അവളെ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അതൊരു 100 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ല സമാധാനം കഴിയുമ്പോഴത്തേന് എനിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. അതാണ് പതിവ്.
ഇനി ഈ പാലിലേക്ക് ഈ എഗ് ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കുറച്ചും കൂടി തണുത്തിട്ടാണ് ഗൈസ് അത് ഒഴിച്ചു കൊടുക്കാൻ. അതെ, ഞാനും അത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ഇത്ര ചൂടിൽ അത് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏകദേശം ആവശ്യമുള്ള ഒരു ചൂട് ഞാനിപ്പോ നിന്ന് തണക്കിയിരുന്നു. അപ്പൊ ആവശ്യമുള്ള ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് നമ്മളിത് ഇളക്കും വേണം. ആഹാ, അച്ചുവിനെ പോലെ തന്നെ. ഇനി നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ല ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അതിന് നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഇതിങ്ങനെ അരിച്ചിട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അരിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് മെല്ലെ ഈ അരിപ്പയിലേക്ക് സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഗൈസ്, നല്ല സെറ്റായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഒഴിക്കാം കേട്ടോ. ഞാൻ എൻ്റെ പുഡിംഗ് കേക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോകാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതെടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇത് മൂടിയിട്ടുണ്ട്. നന്നായി വരണേ മൂടി വെക്കാണ് ഗൈസ്. ഇവിടെ ഷാബിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഇപ്പൊ അവിടെ തീർന്നത് കേട്ടോ. അതെ, ഇനി അത് സ്റ്റീം ആവാന്നുള്ളതേ ഉള്ളൂ. ഇനി ഒന്നും ചെയ്യാനില്ല. ശ്രീന്റെ അരിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ അടുത്ത പണി ഇതാണെങ്കിൽ തീരുന്നുമില്ല. സ്റ്റീം കയറി വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ചൂടായിട്ട് ആ ഒരു സ്റ്റീം ഇങ്ങനെ കയറി വരുന്നുണ്ട്. നന്നായി വരണേ ഗൈസ്. ഞാനിതാ ഇതിലോട്ട് ഇനി ഇന്റത് ഒഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഗൈസ്, ഇത് തടുത്താലാണോ ചൂടാലാണോ എങ്ങനെ വെച്ചാലോ റെഡി എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. 3 രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാ കറക്റ്റ് ആവാന്നുള്ളത് ആയി വന്ന് നമുക്ക് പറയാം. 3 ആളതും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നു. അതെ, അത് തരണസല്ലോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഏരിയ. എന്റെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് നേരെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഗൈസ്, ഞാനിതാ ഇതിന്റെ ആ മിൽക്കും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് വെള്ളം കടക്കാത്ത രീതിയിൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് ഏറ്റവും കുറവിലാണ് ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്നത്. വെള്ളം ഇനി വെച്ചു കൊടുക്കേണ്ടി വരും. പോണെന്ന്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. എല്ലാവരും പറഞ്ഞു പോലെ നന്നായി വരട്ടെ. അങ്ങനെ 3 ആളത് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ആരതാണ് നല്ല അടിപൊളിയായിട്ട് ബെസ്റ്റ് പുഡിംഗ് ആയിട്ട് വരാന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് ഒരു 1/2-3 മണിക്കൂറിന്റെ അടുത്ത് ഇത് സ്റ്റീം ആവാൻ ടൈം വേണം. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സത്യമായിട്ട് നല്ല പേടിയാവുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ തുറന്നു നോക്കാൻ വേണ്ടി പോവാണ്. നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ വെച്ചതാണ്. ഇത് ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാണ് ഗൈസ്. അയ്യോ, ആവുന്നേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ആവാണ്ട്. ഈ സൈഡിലൊക്കെ നമ്മൾ അല്ല, ഫോർക്ക് വെച്ച് കുത്തി നോക്കല്ലേ ചെയ്യാ. കുത്തി നമുക്ക് ഫോർക്ക് വെച്ചൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ ശ്രീന്റെ അൺബോക്സ് ചെയ്യാം. കാരമലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആദ്യം ആയത് ശ്രീൻ്റെതായിരുന്നു. ഇനി ഇതെന്താവും അറിയാം. നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് നേരെ എടുത്ത പ്ലേറ്റിലേക്ക് വെക്കാം. നല്ല മറ്റേ ദമ്മൊക്കെ ബിരിയാണിക്ക് ദമ്മിട്ട വളരെ നല്ല വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരമലൊക്കെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കേക്ക് രൂപത്തിലായിപ്പോ ഓളത് നല്ല കട്ട് ചെയ്യാം. അപ്പൊ ഷാമിനെ കുറച്ചും കൂടെ ആവാണ്ട്. ഞാനിത് അപ്പുറത്ത് ഞാനിത് കാണുന്നുണ്ട്. ഗൈസ്, ഇനി ഇന്റത് നോക്കാം. ഇന്റത് നോക്കിയിട്ട് ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്റത് കറക്റ്റ് 1/2 മണിക്കൂറാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആവാൻ ഉണ്ടാവുന്നതാണ്. എന്തായാലും നമുക്ക് തുറന്നു നോക്കട്ടോ. ഇന്റത് എനിക്ക് തോന്നുന്ന കുറച്ച് നല്ല സമയം എടുക്കും ഇനി ആവാന്. നോക്കാം. ആന്റിന്റെത് അതെ,
കൺസിസ്റ്റൻസി ആണ്. കുറച്ചും കൂടി ആവാനുണ്ട് ഗൈസ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഗിളുഗിളെന്നാവുന്നുണ്ട്. പക്ഷെ എന്താ കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാലേ ഉള്ളൂ നല്ലോണം ആവും കേട്ടോ. ഇതിന്റെ അതേ സെയിം പോലെ തന്നെ ഉണ്ട് കാണാൻ. അതെ അതെ അതെ. ഇതിപ്പോ ശ്രീന്റെ പോലെ ഇങ്ങനെ കേക്ക് പോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ ബബിൾസ് ഒക്കെ ഉള്ള പോലെ അല്ലേ, അതെ. അതുള്ള പോലെ വരണം ശരിക്കും. അപ്പൊ കുറച്ചു നേരം കൂടി നമുക്ക് വെക്കാം. അടുത്ത 10 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം ഇനി എങ്ങനെയായി നോക്കാം ഗൈസ്. ഇനി നമുക്ക് ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ചൂടാറാൻ വെക്കലാണ് കേട്ടോ പണി. ചൂടാറണമെങ്കിൽ എന്തായാലും 1 മണിക്കൂർ. 1 മണിക്കൂർ എടുക്കും. കാര്യം ഉള്ളിലൊക്കെ നല്ല ചൂടാറണം. ആയി ഉണ്ടല്ലേ. അടുത്തത് ഇന്റത് തുറന്നു നോക്കാം. ഇതാ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രൈ ആയി കാണുന്നുണ്ട്. റെഡി ആയി guys. ഇനി ഇത് തണുക്കാൻ വെക്കണം. ആ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് നല്ല റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇത് റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായി തണുപ്പിച്ച് കഴിക്കാം. അതെ. അപ്പൊ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് ആരതാണ് ഏറ്റവും ബെസ്റ്റ് കാരമൽ പുഡിംഗ് കേക്ക് എന്ന് മനസ്സിലാവും. പിന്നെ ഇതിന് കഴിഞ്ഞിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടണം. അതെ അതെ അതെ, ടാസ്ക്. അതേ പറയാൻ വന്നത്. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എന്തായാലും കിട്ടും. അങ്ങനെ കഴിച്ച ഒരു രാത്രിയുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കാരമൽ പുഡിംഗ് കേക്ക് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതെ guys, നല്ല ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ പ്ലേറ്റിലോട്ട് തട്ടുമ്പോ അതായിട്ട് തന്നെ വരുമോ എന്നുള്ള ഒരു പേടിയിലാട്ടോ ഞങ്ങള്. മുറിഞ്ഞു പോയാൽ കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഇടയിൽ അത് ഓക്കെ ആയോ എന്ന് അറിയാൻ വേണ്ടി ഒന്നിങ്ങനെ വലിച്ചു നോക്കിയതാ. ചെറിയൊരു ഭാഗം എന്റെ അടുത്ത് തന്നെ ചെറുതായിട്ട് നായിപ്പോയി. അതായിരുന്നു, അത് ഞാൻ എക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് തട്ടണം കഴിച്ചു. ആദ്യം ശ്രീ തട്ടിക്കും. ശ്രീന്റെ നട കുറച്ചും കൂടെ നല്ല രീതിയിൽ ഓക്കെ ആയിരുന്നു. ഇതാണ് എന്റെ കാരമൽ പുഡിങ്. ഒക്കെ ഓക്കെ ആയിരുന്നു. ഇവിടെ ഞാൻ പിടിച്ച് വലിച്ചതാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യാനുണ്ട്. എന്റേത് ഇത് അങ്ങനെയാണ് ഗൈസ് ഉള്ളത്. ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട്. അവിടെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട്. ഇന്റത് ഇങ്ങനെ കുറച്ച് എന്താ പറയാ, ഇങ്ങനെ ജിഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ തട്ടുമ്പോ പൊട്ടിപ്പോവാനുള്ള സാധ്യത അധികമാണ്. പക്ഷെ എന്തായാലും നമുക്ക് നോക്കുക. കത്തി വെക്കാൻ തോന്നുന്നില്ല. അതിലും നല്ല കോരി കഴിച്ചാലോ. അതെ, നമുക്ക് ഒരു റൗണ്ടും കൂടെ ചെയ്യാം ഗൈസ്. ഇത്തവണ കുറച്ചും കൂടെ അടിയിലേക്ക് ആക്കിയിട്ട് റൗണ്ട് ചെയ്യാം. അത് കിട്ടും, കിട്ടേണ്ടതാണ്. കിട്ടും, തട്ടിക്കോ. ഓക്കേ ഗൈസ്, അങ്ങനെ നമ്മുടെ കാരമൽ പുഡിംഗ് കേക്ക് പ്ലേറ്റിലേക്ക് തട്ടാൻ വേണ്ടി പോവാണ്. റെഡി? അങ്ങനെയുള്ള തട്ടാ. ഈശ്വരാ, ഇപ്പൊക്കെ പോയേനെ. റെഡി അല്ലേ? Ready? 2, 1, go! ഞാൻ പ്ലേറ്റ് പിടിക്കാൻ തുറന്നോ. പിടി പിടി. പൊക്കട്ടെ. ബാക്കിയൊക്കെ ഓക്കെ. മറ്റേ വത്തക്ക കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒരു മിന്നി ഫയലും മതിയായിരുന്നു. അതൊന്നും ഇല്ലപ്പോ ഇവിടെ. എല്ലാരും നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഒലിച്ചു നല്ല സ്മെല്ലുണ്ട് കേട്ടോ ക്യാരമലിന്റെ. അടുത്തത് ഗൈസ് ഇന്റെ കാരമൽ പുഡിംഗ് കേക്ക് ആണ്. ഇപ്പൊ ഒരു പ്രഷർ കൂടിയില്ലേ, ഒരാൾ നന്നാക്കിയപ്പോ പിന്നെ ഇറ്റ് പൊട്ടി പോകുന്നുള്ള ടെൻഷൻ. ഇനി വളരെ അരിക്ക് കൂടി ഫസ്റ്റ് മുകളിൽ കൂടെ മെല്ലെ വരഞ്ഞാ മതി. എന്നിട്ട് അടിയിലേക്ക് നമുക്ക് പോവാം. എക്സ്പീരിയൻസ്. അതെ, പോലെ അളകുന്നുണ്ടടി. അതെ, കണ്ടാ കണ്ടാ. ഞങ്ങൾ കോമ്പറ്റീഷൻ എന്നുള്ളതൊക്കെ മറന്നുപോയി. ഇപ്പൊ 3 എങ്ങനെയാ നല്ലോണം കിട്ടിയാ മതി എന്നുള്ള അവസ്ഥയിലാ. അത് റെഡി ആയിട്ടോ. അയ്യോ, റെഡി? 3 ആയില്ലേ? 3, 2, 1 go. തുറക്കട്ടെ. ഇത് കുറച്ചുകൂടെ കാരമൽ മേലുണ്ട്. ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ഗ്ലേസിംഗ് പോലെ നിൽക്കുന്നുണ്ട്. ഞാനങ്ങോട്ട് പൊങ്ങളില്ല നോക്കോ പ്ലീസ്. ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. റിസൾട്ട് ഒക്കെ നോക്കൂല, അതേപോലെ ഒരു ടെൻഷൻ. നല്ല റിസൾട്ട്. അതന്നെ ഞാനും പറഞ്ഞു. ഇതാണ് ഈ ടെക്സ്ചർ ഒക്കെ കറക്റ്റ്. ഇത് കുറച്ച് ഡാർക്ക് ആണ്, ഇത് കുറച്ച് ലൈറ്റ്. അടുത്ത 5 ഞാൻ പുറത്തുണ്ടാവും. നോക്കിട്ട് പറഞ്ഞാ മതി. ഇതിന്റെ കൂടെ റിസൾട്ട് അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, 5 നല്ല ഓക്കെ, തിരിക്കട്ടെ. 3, 2, 1 go.
ഞാന്റെ മേലൊക്കെ ആയിരുന്നു വിചാരിച്ച് കണ്ണടച്ച് നിക്കുക. ഒച്ചൊന്നും കേട്ടില്ല. അത് ഏറാ. അതേറാ. ഇപ്പൊ വീണ്. Ready? Okay. എനിക്ക് പേടിയാവുന്നു. ചെറിയൊരു ക്രാക്ക് ഇവിടെ വീണിട്ടുണ്ട് guys. പക്ഷേ കുഴപ്പമില്ല. ഇതാണ് ഗൈസ് ഞങ്ങളുടെ 3 പേരുടെയും കാരമൽ പുഡിംഗ്. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അതിന് സന്തോഷമുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് ഗൈസ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ടേസ്റ്റ്. ഇത് പെർഫെക്ഷൻ 3 പേരത് ഒന്നും പറയാനല്ലോ, ഒക്കെ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട്. അത് എക്സ്പെക്ട് ചെയ്തതിൽ അപ്പുറത്ത് വന്നു. അതെ അതെ. ഞാൻ പറഞ്ഞല്ലോ 3 പേരും ചിലപ്പോ കൊളായി പോകാൻ സാധ്യത. ഒന്നെങ്കിൽ പൊട്ടിപ്പോകുന്നൊക്കെ ഈ വിചാരിച്ചു, ടെക്സ്ചർ മാറിപ്പോകുന്നൊക്കെ. ഞങ്ങള് 3 പേരും ഒരേ എന്താ പറയാ തട്ടിൽ നിന്ന് എന്താ പറയാ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. ഈ ലെവല് വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരമൽ കരിഞ്ഞു പോവാ, പിന്നെ കുറച്ച് അതിന്റെ മുറിഞ്ഞു പോവാ, പിന്നെ അതിന്റെ ടേസ്റ്റ്, വാനില എസൻസിന്റെ ടേസ്റ്റ്, മധുരം എല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതിപ്പോ 3 ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഒരു കാരമൽ പുഡിംഗ് കേക്ക് ആണ് ഗൈസ്. ഇനി തുടങ്ങിക്കോളൂ. ആരേതാണ് ടേസ്റ്റ്? അല്ല കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു പണിയാണ് ഗൈസ്. നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ഇങ്ങനെ സ്ലൈഡ് ആയി പോകുന്നില്ലേ കത്തി? ഇതിനി നമുക്ക് നല്ല പ്ലേറ്റിലേക്ക് മാറ്റാം ഗൈസ്. കാരമൽ നമുക്കത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് ചെയ്യാൻ കൊതിയായിട്ട് ഇവിടെ ഇന്നലെ മുതൽ ഒരാൾ കാത്തിരിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ. ജുനു. ഓക്കെ, കാരമൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എല്ലാരും മുറിച്ച് വെച്ചിട്ട് മതിയോ? ടേസ്റ്റ് ചെയ്യുന്നോ അതോ ഓരോ 3 പേരത് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. അടുത്തന്നെ ഞാൻ കട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഉണ്ടാക്കിയ കാരമൽ പുഡിംഗ് കേക്കാണ് ഗൈസ്. അത് സക്സസ് ആയി തോന്നുന്നു. ഇതിങ്ങനെ ഈ സ്പാച്ചുല വെച്ചിട്ട് എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അല്ല അങ്ങനെയല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞതാ. ഇതെടുത്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പൊക്കുക, അതിലോട്ട് വെക്കുക. സ്പൂൺ എടുക്കുന്നു, മെല്ലെ ചെറുതായിട്ടൊന്ന് പൊക്കുന്നു. ഇനി പൊട്ടാതെ പൊട്ടാതെ പ്ലേറ്റിലേക്ക് മാറ്റാം. കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് ഇനി കാരമലും ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഇനി ഇന്റതാണ് ഗൈസ്. ഞാനും കട്ട് ചെയ്യാൻ പോവാടെ. കൈ വിറയ്ക്കുന്നുണ്ടോ? അതൊരു കഴിയുന്നില്ല. ഇതും ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ഇത് കട്ട് ചെയ്യാൻ തന്നെ എന്ത് സുഖാണ്. കിട്ടിവിടെ പൊട്ടി ഗൈസ്. അങ്ങോട്ട് ഞാൻ തള്ളി ഇത് പൊട്ടി. കിട്ടി. ഇനി അത് ഒന്നുകൂടെ ഉള്ളിലേക്ക് ആക്കിയാൽ മതി. വളരെ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഇപ്പൊ ഇതെടുത്തത്. അതെ, കുറച്ച് നേരത്തെ മെനക്കെടലാണ് ഇത് എടുത്തത്. ഇതാ ഗൈസ്, അങ്ങനെ ഇന്റത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 പേരുടെയും കാരമൽ പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതെ, ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാരമൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തുടങ്ങാം. ടെക്സ്ചർ ഇങ്ങനെയുണ്ട്. ആ കാരമലൊക്കെ മിക്സ് ചെയ്തില്ലേ? എങ്ങനെയുണ്ട്? ഇങ്ങനെ വെക്കുന്നു. എന്ത് ഇത് നമ്മൾ ശരിക്കും നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. ശരി, അപ്പൊ ശ്രീജത് ഓക്കെ. ഇത് കുറച്ചൊരു കളർ ഡിഫറൻസ് ഉള്ള ഒരു കാരമൽ പുഡിംഗ് ആണ്. കുറച്ച് കാരമൽ മിക്സ് ചെയ്ത് ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആണ്. ലൈറ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ലൈറ്റ് ആയിട്ട് ഇത് ഇതിനേക്കാളും അരിഞ്ഞു പോകുന്നുണ്ട് വയലോട്ട്. ഇതും നമ്മള് പുറത്തുനിന്ന് കഴിക്കുന്ന അതേപോലെ മധുരവും ഫ്ലേവറും ഒക്കെ കറക്റ്റ് അല്ലേ? എഗ്ഗിന്റെ ആ ടേസ്റ്റ് അങ്ങനെ ഒന്നും വരില്ല. അങ്ങനെ കുത്തി നിൽക്കുന്നതിൽ എല്ലാം പക്കയാണ്. ഇല്ല, ഇത് ഞാൻ ഗ്രീനെ കണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ഇതൊരു തീരുമാനം. അഞ്ചിന്റെ 3 പേരുടെ കൺസിസ്റ്റൻസി പക്കാണ്. പണി തരാൻ ഓ വേണ്ടി നമ്മളെ വെച്ചൊരു കഫേ ഇടും, അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ പറ്റൂല.
ഷാമിന്റെ അതേപോലെ തന്നെ ഉണ്ട് അഞ്ചിന്റെ. അത് ശ്രീന്റെ കുറച്ചും കൂടെ എഗ് ഞാൻ ഒരു എഗ് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റേത് കുറച്ചുകൂടെ സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. ആ കാരമൽ. ഷാമിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ഫ്ലേവർ ആണ്. പക്ഷെ മൂന്നും ഒരേപോലെ തന്നെയാ തോന്നുന്നു. ജൂരി കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഏതാ ബെറ്റർ ആയിട്ടുള്ളത് പറയുമെന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. അതിന്റെ ഇവിടുന്ന് തുടങ്ങാം അല്ലേ? കാരമൽ മിക്സ് ചെയ്തില്ലേ? ആ മിക്സ് ചെയ്ത് പക്ക കാരമൽ പുഡിംഗ് തന്നെ. അടുത്തത് എടുത്തില്ലേ? ഇത് പക്ഷെ കുറച്ചുകൂടി ലൈറ്റാ. ഇത് പറഞ്ഞ പോലെ കുറച്ചുകൂടി ടേസ്റ്റ് കുറച്ചുകൂടി ലൈറ്റാ. ഇത് കുറച്ച് സ്ട്രോങ്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. അതെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ 5 പേരും കൂടി ടേസ്റ്റ് ചെയ്ത് ഇതിനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. തീരുമാനം എന്താന്ന് ചല്ലു പറഞ്ഞോളൂ. ആദ്യം തന്നെ 3 പേരും പ്രൊഫഷണൽ ആയിട്ടാണ് ഉണ്ടാക്കിയത്. താങ്ക് യു. അപ്പൊ പക്ഷെ ഇവിടെ നമുക്ക് എന്തായാലും ഒരു വിന്നർ വേണമല്ലോ. അതില് 5ന്റെതും ഷാമിന്റെതും ടേസ്റ്റ് ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ 5 പ്രസന്റ് ചെയ്യുന്ന സമയത്ത് 5ന്റെതിന് ഇവിടെ ഒരു ക്രാക്ക് വന്നു. അതെ, അതായത് ഞാൻ അങ്ങനെ തിരിച്ചിട്ട് തട്ടുമ്പോ ഒരു ഭാഗം അവിടെ സ്റ്റക്കായി പോയി തോന്നുന്നു. അപ്പൊ ഒരു ക്രാക്ക് ആക്കിയ സമയത്ത് അത് ക്രാക്ക് ആയി. അത് നമ്മൾ റൂൾസിൽ ആദ്യം പറഞ്ഞായിരുന്നു, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതേ രൂപത്തിൽ ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ശ്രീന്ത്യയിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലേവർ കുറച്ച് സ്ട്രോങ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ പുഡിങ്ങിൽ ആവശ്യത്തിനുള്ള മധുരം കുറച്ച് കുറവാണ്. അത് ഞങ്ങൾ കുറെ ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി എടുത്തതാണ്. അല്ല, അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ പുഡിങ്ങിലേക്ക് വേണ്ട മധുരം കറക്റ്റ് ആയിരിക്കുന്നത് ഇവരുടെ 2 പേരുടെ ഇതിലാണ്. എന്തായാലും മധുരം അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ പ്രസന്റ് ചെയ്തപ്പോ ഷാമിന്റേത് വളരെ ക്ലീൻ ആയിട്ടാണുള്ളത്. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ടേസ്റ്റ് വൈസും പ്രസന്റേഷൻ വൈസും പിന്നെ എല്ലാം കൊണ്ടും 10 out of 10 കിട്ടിയത്. അതെ ഗൈസ്. അപ്പൊ നമുക്ക് കുറെ ക്രൈറ്റീരിയാസ് നമ്മളെ മുന്നിലുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും വിന്നർ ആവേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രൊഫഷണൽ ആയി ചെയ്യാന്ന് പറയുമ്പോ ഒക്കെ തന്നെ ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഷാമിയാണ് വിന്നർ. കൊടുക്കാറുണ്ടോ? ഇഷ്ടോ? ഞാൻ ഒറ്റ ചെരുപ്പിനെ അങ്ങനെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ കേക്ക് മേക്കിംഗ് ചാലഞ്ച് വൻ സക്സസ് ആയതായി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാരമൽ പുഡിംഗ് ഇനി പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഇവിടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാ പുറത്തുപോയി കഴിക്കുന്നത്? അതെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്താ സംഭവം? റെസ്റ്റോറന്റ് ഓണറിന്റെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോയുടെ ഒപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.